പുലിപ്പല്ലി മാലയുമായി ബന്ധപ്പെട്ട് റാപ്പർ വേടന് എതിരെ നിയമ നടപടിയിൽ വനം മന്ത്രിക്ക് വിശദീകരണം നൽകാൻ വനംവകുപ്പ് ആവശ്യപ്പെട്ടു. മാത്രമല്ല, ഈ എതിരെ എടുത്ത നടപടികളിൽ ലേശം ഒരു അലോസരം വനം മന്ത്രിക്കുണ്ടെന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. കേസിൽ ജാമ്യത്തിലിറങ്ങിയ വേടനെതിരെ അന്വേഷണം തുടരാൻ തന്നെയാണ് വനംവകുപ്പിൻ്റെ തീരുമാനം. വേടനിൻ്റെ മാനേജറുടെയും സഹായികളുടെയും മൊഴിയെടുക്കും. കൂടുതൽ വിവരങ്ങൾ വിഷ്ണു സുരേഷ് കൊച്ചിയിൽ നൽകും. വിഷ്ണു, ഗുഡ് മോർണിംഗ്. പറയൂ വിഷ്ണു, ശരിക്കും ഈ സോഷ്യൽ മീഡിയയിലൊക്കെ വേടന് അൺയൂഷ്വൽ സപ്പോർട്ടാണ് ആളുകൾ നൽകുന്നത്. ഒരുപക്ഷെ വനംവകുപ്പ് കൂടുതൽ കർക്കശമായ നിലപാടെടുത്തത് വേടൻ്റെ പോപ്പുലാരിറ്റി കൂട്ടിയോ എന്ന് പോലും നമുക്ക് സംശയിക്കാൻ ഇടമുണ്ട്. പറയും. ഗുഡ് മോർണിംഗ്. ഈ വേടൻ വനംവകുപ്പ് കേസുമായി ബന്ധപ്പെട്ട് അറസ്റ്റിലാകുന്ന ഘട്ടം മുതൽ തന്നെ സോഷ്യൽ മീഡിയയിൽ വലിയ പിന്തുണ വേടന് ലഭിച്ചിരുന്നു. ഇന്നലെ സർക്കാരിൻ്റെ ഭാഗമായി നിൽക്കുന്ന PV ശ്രീനിജൻ MLA അടക്കം വനംവകുപ്പിന് വീഴ്ച പറ്റി എന്ന് ചൂണ്ടിക്കാണിച്ചൊരു ഫേസ്ബുക്ക് പോസ്റ്റ് അടക്കം ഇട്ടിരുന്നു. ഇതിന് പിന്നാലെയാണ് വനം മന്ത്രി തന്നെ നേരിട്ട് ഈ വിഷയത്തിൽ വനംവകുപ്പ് ഉദ്യോഗസ്ഥരോട് വിശദീകരണം ചോദിച്ചത്. ഏത് പശ്ചാത്തലത്തിലാണ് കേസെടുത്തത്, അതോടൊപ്പം തന്നെ ഈ കേസ് ഇത്രമാത്രം പർവ്വതീകരിക്കേണ്ടതുണ്ടായിരുന്നോ, അതുമായി ബന്ധപ്പെട്ടൊരു അതൃപ്തി വനം മന്ത്രിക്കുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കുന്നു. പക്ഷേ കേസെടുത്തത് നടപടിക്രമങ്ങൾ പാലിച്ചു തന്നെ എന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ. അവരതുമായി ബന്ധപ്പെട്ടുള്ള തുടരന്വേഷണവും മുന്നോട്ട് പോവുകയാണ്. എവിടെ നിന്നാണ് വേടൻ ഈ പുലിപ്പല്ല് കിട്ടിയത് എന്ന ചോദ്യത്തിന് ഉത്തരം കണ്ടെത്താനുള്ള ശ്രമത്തിലാണ് വനംവകുപ്പ് ഉള്ളത്. ഇന്നലെ വേടന് ജാമ്യം കിട്ടി. ആ റിമാൻഡ് റിപ്പോർട്ടിലടക്കം വേടന് ജാമ്യം നൽകരുത് എന്ന രൂക്ഷ ഭാഷയിലടക്കം വനംവകുപ്പ് എതിർത്തിരുന്നു. ഇയാൾക്ക് ജാമ്യം നൽകിയാൽ തെളിവ് നശിപ്പിക്കാനും കേസ് അട്ടിമറിക്കാനുമുള്ള സാധ്യതയുണ്ട് തുടങ്ങിയ വാദങ്ങളൊക്കെയാണ് മുന്നോട്ട് വെച്ചത്. എന്നാൽ വേടൻ ഈ കേസുമായി പൂർണ്ണ തോതിൽ സഹകരിക്കുന്നുണ്ട്. ഒരു ഘട്ടത്തിലും ഇവിടെ നിന്ന് ഓടിപ്പോകാനുള്ള സാധ്യതയില്ല. ആ ഒരു പശ്ചാത്തലമൊക്കെ പരിഗണിച്ചാണ് കോടതി ജാമ്യം അനുവദിച്ചത്. വനം വകുപ്പിന്റെ അടുത്ത നടപടി എന്ന് പറയുന്നത് ഈ വേടൻ ഈ തമിഴ്നാട്ടിൽ വെച്ചൊരു ആരാധകൻ നൽകിയതെന്ന് പറയുന്ന ഘട്ടത്തിൽ ആ പരിപാടി സംഘടിപ്പിച്ച ആളുകളുടെ മൊഴി രേഖപ്പെടുത്തുക എന്നുള്ളതാണ്. ഒപ്പം വേടന്റെ മാനേജറുടെയും സുഹൃത്തുക്കളുടെയും മൊഴി രേഖപ്പെടുത്തണം. അവരാണ് വേടന്റെ പരിപാടികളുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളൊക്കെ നോക്കുന്നത്. ഒരു രഞ്ജിത്ത് കുമ്പിടി എന്ന ആൾ നൽകിയെന്ന മൊഴിയാണുള്ളത്. പക്ഷേ അതൊരു പേര് മാത്രമായി അവിടെ നിലനിൽക്കുന്നുണ്ട്. അയാളുമായി ബന്ധപ്പെട്ട് ഒരു വിവരവും സമാഹരിക്കാൻ ഇതുവരെ വനംവകുപ്പിനായിട്ടില്ല. അപ്പോൾ അയാളിലേക്ക് എത്താനുള്ള നടപടിയാണ് അടുത്ത ഘട്ടത്തിൽ സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ പുലിപ്പല്ലിൻ്റെ ശാസ്ത്രീയ പരിശോധനാ ഫലം വരാൻ ഇനിയും ഏറെ സമയമെടുക്കും. അത് അന്വേഷണത്തിൻ്റെ ഏറ്റവും അവസാന ഘട്ടത്തിൽ മാത്രമേ ആ ഫലം വരൂ എന്നാണ് നമ്മൾ വനംവകുപ്പ് ഉദ്യോഗസ്ഥരോട് സംസാരിക്കുമ്പോൾ മനസ്സിലാകുന്നത്. അവർ വിശദീകരണം വനംവകുപ്പ് മന്ത്രിക്ക് നൽകും. വീഴ്ച സംഭവിച്ചിട്ടില്ല എന്ന് ചൂണ്ടിക്കാട്ടിയായിരിക്കും അത്തരത്തിലൊരു വിശദീകരണം നൽകുക. അതിന് സമാന്തരമായി തന്നെ ഈ കേസിൻ്റെ അന്വേഷണം മറ്റ് സമ്മർദ്ദങ്ങൾക്കപ്പുറത്തേക്ക് ശക്തമായി മുന്നോട്ട് പോകാൻ തീരുമാനിച്ചിട്ടുണ്ട്. മറ്റൊരു വശത്ത് വേടന് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് വലിയ പിന്തുണ പൊതുസമൂഹത്തിൻ്റെ ഭാഗത്ത് ലഭിക്കുകയും ചെയ്യുന്നുണ്ട്. SK